അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. വീഡിയോൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഇന്ന് നല്ല കറുമുറയായിട്ട് കടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മുറുക്ക് നമുക്ക് പലതരത്തിലും പലതും ചേർത്തുകൊണ്ട് ഉണ്ടാക്കാം. ഉഴുന്ന് ചേർത്തിട്ട് ഉണ്ടാക്കാം, കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം, അതായത് കടലമാവ് വെച്ചിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പം നല്ല കിടിലൻ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം മുറുക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാവ് കുഴച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചതല്ല, മില്ലിൽ കൊണ്ടുപോയിട്ട് പച്ചരി പൊടിപ്പിച്ചെടുത്തതാണ്. 1 കപ്പ് പച്ചരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തത്. 240 ml കപ്പ് അളവാണ്. അപ്പം പച്ചരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നൈസ് പത്തിരീൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പൊടിപ്പിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കറുത്ത എള്ളും അതുപോലെ തന്നെ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ആ ഒരു പൊടിക്ക് എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടാനുള്ള കണക്കായിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് അയമോദകം എന്ന് പറയും, അജ്വൈൻ എന്ന് പറയും. അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു പേര് പറഞ്ഞാൽ തന്നെ ചെറിയൊരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് മുറുക്കിന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും മുറുക്കിന് ചേർക്കുന്ന ഒരു സാധനവുമാണ്. അപ്പോൾ അതും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ആ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാനുള്ള വെള്ളം ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂടാക്കി തിളച്ച വെള്ളമാണ് ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസോളം വെള്ളം ഞാനിപ്പം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരണം. വെട്ടിത്തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് മിക്സാക്കിയ അരിപ്പൊടി അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ വാട്ടിപ്പത്തലിന് നൈസ് പത്തലിനൊക്കെ വാട്ടിയെടുക്കുന്നില്ല, അതേപോലെ ചെയ്താൽ മതി. അപ്പം ഞാനിപ്പം നേരെ ഇങ്ങോട്ടാണ് ഇടുന്നത്. കുറച്ച് വലിയ ആ ഒരു പാത്രം ആയതുകൊണ്ട് പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈകൊണ്ട് എന്തായാലും കുഴക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ചൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് നന്നായി ആദ്യം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പൊടിയൊന്നും ചേർക്കാണ്ട് ആ ഒരു വൈറ്റ് കളറിൽ തന്നെയുള്ള മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ അരിപ്പൊടി ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാനിപ്പം എടുത്ത ആ 1.5 ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 3/4 ഗ്ലാസ് മാത്രമേ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആ സ്പൂണ് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, ആ ചൂട് മാറിയാലേ നമുക്ക് കുഴക്കാൻ പറ്റൂ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ തുറന്ന് വെക്കുന്നില്ല, 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ട്. പിന്നെ അധികം ചൂട് തണിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പറ്റൽ കിട്ടൂല, ആ ഒരു അരി പിടിച്ച് നിൽക്കണമല്ലോ, അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കൂല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ വാട്ടിപ്പത്തലൊക്കെ നമ്മൾ കൈകൊണ്ട് കുഴക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായി കിട്ടുന്നത് വരെ കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. പിന്നെ ഇതിൽ വെള്ളം നമ്മൾ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കണം, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാവ് അധികം ലൂസായാലും ശരിയാവില്ല, ഒരുപാട് ടൈറ്റായാലും നമുക്ക് ഊന്നി കിട്ടൂല. ഇടിയോന്നിന്ന് ഊന്നി എടുക്കണമല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാക്കി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ മുറുക്കിൻ്റെ മാവിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയമൊന്നും അങ്ങനെ വെക്കണ്ട, കുഴച്ചെടുത്ത പാടെ തന്നെ നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പം മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് ഇടിയപ്പത്തിൻ്റെ ഊന്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇടിയൂന്നിയിൽ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സ്മൂത്തായിട്ട് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അരിമാവ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിമാവ് അങ്ങനെ അങ്ങ് തുറന്ന് വെക്കണ്ട, ആറിപ്പോവും. അപ്പോൾ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കുറേ ഉണ്ടെങ്കിൽ അങ്ങ് അടച്ച് വെച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അങ്ങ് ഇടിയൂന്നിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇടിയൂന്നിലേക്ക് അരിമാവ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് പിന്നെ ഇത് ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇലയിലോ ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ ഊന്നിയെടുക്കാം.
അപ്പം ഞാനിപ്പം പ്ലേറ്റിലേക്ക് അങ്ങനെ അങ്ങ് ഊന്നിയെടുക്കുന്നുണ്ട്. എന്താ പറയുക, ആ ഒരു മുറുക്കിൻ്റെ സ്ഥിരം ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള മുറുക്കുണ്ടല്ലോ, അങ്ങനെയും ആക്കിയെടുക്കാം. ഇതിപ്പം നല്ല സ്മൂത്തായിട്ടുള്ള അരിമാവായതുകൊണ്ട് അങ്ങനെ വിട്ട് വിട്ട് പോകുന്നൊന്നുമില്ല. മാത്രമല്ല നമുക്കിത് കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നുമില്ല. അങ്ങനെ ഇപ്പം ഒരു മുറുക്കിൻ്റെ ഷേപ്പ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകാനായി വെച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നും ഇതേപോലെ മുറുക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം ഓയിൽ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ എടുക്കുന്ന സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഈ മുറുക്കിട്ട് കഴിഞ്ഞാൽ മുങ്ങുന്ന കണക്കിനുള്ള ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ മുറുക്കും ഈ ചൂടായി വരുന്ന എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഭയങ്കര ചൂടാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിലാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കുണ്ടാകാൻ. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഷേപ്പാക്കിയിട്ട് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇടുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ആ ഒരു ചീനച്ചട്ടിയിൽ കണക്കാകുന്ന എത്രയാണോ ഒരു 3 4 ഒക്കെ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പം ഓരോ മുറുക്കും എണ്ണയിലിടുമ്പം നല്ല ബബിൾസ് കാണുന്നില്ലേ, നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വരും. ബബിൾസൊക്കെ അടങ്ങി അടങ്ങി ആ ഒരു കുമിളകളൊക്കെ അടങ്ങി 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 ഇല്ലാണ്ടാവുമ്പം അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും നന്നായിട്ട് കുമിളകളൊക്കെ അടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട. അന്നേരം പുറം ഭാഗം കളറാവുകയും ചെയ്യും, ഉൾഭാഗത്ത് വെന്ത് കിട്ടുകയില്ല, പിന്നെ ക്രിസ്പി ആവുകയില്ല. അപ്പം എന്തായാലും എല്ലാം കൂടെ ആകണമല്ലോ, പൊരിയണം മൊരിയണം, പിന്നെ അതുപോലെ ക്രിസ്പി ആവണം, ഉള്ളൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു മുറുക്ക് ഇടുന്നേരമുള്ള ആ ഒരു കുമിളകൾ അടങ്ങി അടങ്ങിയിട്ട് വരുന്നേരം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മുറുക്ക് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. കാരണം ഒന്ന് അടിഭാഗമൊക്കെ ഒന്ന് ആറി വരുന്നു എന്ന് കാണുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാവൂ. എന്നിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പം ഞാൻ വൈറ്റ് കളറിലാക്കിയത് കൊണ്ട് എന്താ പറയുക, ചെറിയൊരു കളറ് മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അഥവാ മുറുക്കിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി കുഴക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുറുക്ക് ഓരോന്നും പൊരിയുന്നതിന് കണക്കായിട്ട് ഞാൻ ഓരോന്നും എടുത്തങ്ങ് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചൂടങ്ങ് ആറി വരും. എന്നാലും നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കാവൂ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇടിയൂന്നിയിൽ ലാസ്റ്റുള്ള കുറച്ച് അരിമാവാണ്, അതിനെക്കൊണ്ട് മുറുക്കൊന്നും ഊന്നിയെടുക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ റിങ്സ് ആക്കി എടുത്തിട്ട് പൊരിച്ചെടുത്തതാണ്. അതും നല്ല ക്രിസ്പി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. അതൊക്കെ തീർന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്ക്. വീട്ടിലുണ്ടാക്കി നോക്കിയാലും എന്നോട് അഭിപ്രായം പറയണം, ഇതിൻ്റെ ആ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.